ഒരു കാലത്ത് ഇത് മെഡിറ്ററേനിയന്റെ രത്നമായിരുന്നു. ജീവിതം കൊണ്ട് തിരക്കിലായിരുന്നു. ഇന്ന് അവശിഷ്ടങ്ങളുടെ നിശബ്ദത മാത്രം അവശേഷിക്കുന്നു. دقت ساعة العمل، دقت ساعة الزحف، دقت ساعة الانتصار. لا رجوع، إلى الأمام، إلى الأمام، إلى الأمام. ثورة، ثورة. ലിബിയ എന്ന രാജ്യം 42 വർഷം അടക്കി ഭരിച്ച നേതാവാണ് കേണൽ മുഹമ്മർ ഗദ്ദാഫി. ജനപ്രീതിയിൽ നിന്ന് ജനദ്രോഹിയായ സ്വേച്ഛാധിപതിയിലേക്കുള്ള പതനം, ഇതാണ് ഗദ്ദാഫിയുടെ ജീവിതം. വിപ്ലവത്തിന്റെ വീരപുത്രൻ, സഹോദരതുല്യനായ നേതാവ്, ഇതെല്ലാമായിരുന്നു ഒരു കാലത്ത് ഗദ്ദാഫിയുടെ വിശേഷണങ്ങൾ. എന്നാൽ ഒടുവിൽ ജനകീയ പ്രക്ഷോഭത്തിന് മുന്നിൽ ഗദ്ദാഫിക്ക് തലകുനിക്കേണ്ടി വന്നു. വിമതരുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ സിർത്തിലെ മാലിന്യക്കുഴലിൽ അഭയം തേടിയ ഗദ്ദാഫി, പതിറ്റാണ്ടുകാലം ലിബിയ അടക്കി ഭരിച്ച ആ ഉരുക്ക് മനുഷ്യൻ ഒടുവിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. ചില മരണങ്ങൾ ചരിത്രത്തെ മാറ്റിയെഴുതും. പക്ഷേ ചില മരണങ്ങൾ ഒരു രാജ്യത്തെ തന്നെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കും. ആഫ്രിക്കയുടെ സിംഹം എന്ന് വിശേഷിക്കപ്പെട്ട മുഹമ്മർ ഗദ്ദാഫിയുടെ പതനം ലിബിയയ്ക്ക് നൽകിയത് ജനാധിപത്യമാണോ? ഗദ്ദാഫിയുടെ കാലത്ത് ലിബിയ എന്നാൽ സമൃദ്ധിയായിരുന്നു. വൈദ്യുതി സൗജന്യമായിരുന്നു. വിദ്യാഭ്യാസം സൗജന്യമായിരുന്നു. ഒരു ലിബിയൻ പൗരൻ വിവാഹം കഴിക്കുമ്പോൾ സർക്കാർ നൽകിയിരുന്നത് ഒരുപാട് ധനസഹായങ്ങളായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ നദി നിർമ്മിച്ച് മരുഭൂമിയെ അദ്ദേഹം പച്ചപ്പണിയിപ്പിച്ചു. കടമില്ലാത്ത ഒരു രാജ്യം, അതായിരുന്നു അന്നത്തെ ലിബിയ. പക്ഷേ ആഫ്രിക്കയെ ഒന്നിപ്പിക്കാനും ഡോളറിന് പകരമായി സ്വർണ്ണ നാണയം കൊണ്ടുവരാനും അദ്ദേഹം ശ്രമിച്ചത് ലോകശക്തികളെ ചൊടിപ്പിച്ചു. അവിടെ തുടങ്ങുകയായിരുന്നു ഗദ്ദാഫിയുടെ പതനത്തിനായുള്ള തിരക്കഥ. ജനാധിപത്യം വാഗ്ദാനം നൽകി നാറ്റോ ലിബിയയിലേക്ക് വിമാനം അയച്ചു. 2011 ഒക്ടോബർ 20 സിർത്തിലെ ഒരു ഡ്രെയിനേജ് പൈപ്പിൽ നിന്ന് ആ മനുഷ്യനെ അവർ വലിച്ചിറക്കി. എന്റെ മക്കളെ, ഇത് തെറ്റാണ് എന്ന് അദ്ദേഹം കേണു പറഞ്ഞു. പക്ഷേ ആ വെടിയുണ്ടകൾ അദ്ദേഹത്തിന്റെ നെഞ്ചു പിളർന്നു. ലോകം ആ മരണം ആഘോഷിച്ചു. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു. ഇന്ന് ലിബിയയിൽ സമാധാനമില്ല. ഒന്നല്ല, 2 ഗവൺമെന്റുകളാണ് അവിടെ അധികാരം പങ്കിടുന്നത്. ഗദ്ദാഫിയുടെ കാലത്ത് സുരക്ഷിതമായിരുന്ന തെരുവുകൾ ഇന്ന് സായുധ സംഘങ്ങളുടെ താവളമാണ്. സൗജന്യമായിരുന്ന വൈദ്യുതിക്കും ഇന്ന് പണമില്ലാതെ ലിബിയക്കാർ വരി നിൽക്കുകയാണ്. മനുഷ്യാവകാശം തേടിപ്പോയവർ ഇന്ന് ആധുനിക അടിമത്തത്തിന്റെ ഇരകളാണ്. ഗദ്ദാഫി ഒരു ഏകാധിപതിയായിരുന്നിരിക്കാം, പക്ഷേ അദ്ദേഹത്തിന്റെ പതനം എത്തിച്ചത് ക്രൂരമായ അരാജകത്വത്തിലേക്കാണ്. قد تندمون يوم لا ينفع الندم. الذي بيته من الزجاج لا يرجم الناس بالحجارة. من أنتم؟ دقت ساعة العمل، دقت ساعة الزحف، دقت ساعة الانتصار. لا رجوع. ഗദ്ദാഫിയുടെ പതനം വെറും ഒരു യാദൃശ്ചികമായിരുന്നില്ല. 2016 പുറത്തുവന്ന ഹിലാരി ക്ലിന്റന്റെ ഇമെയിലുകൾ ഒരു വലിയ സത്യം വെളിപ്പെടുത്തി. ഗദ്ദാഫി കൊണ്ടുവരാൻ ശ്രമിച്ച ഗോൾഡ് ദിനാർ ഫ്രഞ്ച് ബാങ്കിനും ഡോളറിനും ഭീഷണിയായിരുന്നു. ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തെക്കാൾ വലുതാണോ ലോകശക്തികളുടെ സാമ്പത്തിക ലാഭം? ലിബിയയെ തകർക്കാൻ അവർ ജനാധിപത്യത്തെ ആയുധമായി ഉപയോഗിക്കുകയായിരുന്നു. ഗദ്ദാഫിയുടെ കാലത്ത് ലിബിയയിൽ വീടില്ലാത്തവർ കുറവായിരുന്നു. എന്നാൽ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളാണ്. അന്ന് ഗദ്ദാഫിക്കെതിരെ വിരൽ ചൂണ്ടിയവർ ഇന്ന് ചോദിക്കുന്നു, ആ പഴയ കാലം തിരികെ വരുമോ? ഒരു കാലത്ത് ആഫ്രിക്കയുടെ അഭിമാനമായ ലിബിയൻ ദിനാർ ഇന്ന് ഒരു കടലാസു കഷണത്തിന് തുല്യമായി മാറിയിരിക്കുന്നു. 21ാം നൂറ്റാണ്ടിൽ ലിബിയയുടെ മണ്ണിൽ അടിമക്കച്ചവടം നടക്കുന്നു.
ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകാനെത്തുന്ന പാവപ്പെട്ട മനുഷ്യരെ ലേലം വിളിച്ചു വിൽക്കുന്ന ചന്തകൾ ഇന്നും ലിബിയയിലുണ്ട്. ഗദ്ദാഫി ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു. ഒരു ഏകാധിപതിയുടെ പതനത്തിന് സാക്ഷ്യം വഹിച്ച ലോകം ഇന്ന് ലിബിയയുടെ തകർച്ചയ്ക്കും സാക്ഷ്യം വഹിക്കുന്നു. വിപ്ലവം നൽകുമെന്ന് കരുതിയ സ്വാതന്ത്ര്യം അവർക്ക് സമ്മാനിച്ചത് ആഭ്യന്തര യുദ്ധവും വറുതിയുമാണ്. ഗദ്ദാഫിയെ പുറത്താക്കിയവർ പോലും ഇന്ന് ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്: ആ പഴയ സുവർണകാലം ഞങ്ങൾക്ക് എന്ന് തിരിച്ചു കിട്ടും? ചരിത്രം ആരെയാണ് കൂടുതൽ ക്രൂരമായി ശിക്ഷിച്ചത്? ഗദ്ദാഫിയോ അതോ അദ്ദേഹമില്ലാത്ത ഇന്നത്തെ ലിബിയയോ? നല്ലൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.